ഇന്ത്യ മുഴുവനും വലിയ രീതിയിൽ ചർച്ച ചെയ്തൊരു കേസാണ് കേരളത്തിലുണ്ടായ നടിയെ ആക്രമിച്ച കേസ്. മലയാള സിനിമയിലെ ഏറ്റവും, അതായത് മോഹൻലാൽ, മമ്മൂട്ടി, ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന ദിലീപ് സൂപ്പർ ഡൂപ്പർ ഹീറോ ആയിട്ട് നിൽക്കുന്ന സമയത്താണ് ഈ കേസ് വരുന്നത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഏകദേശം 7-8 വർഷത്തോളം കഴിഞ്ഞു. കേസിന്റെ ട്രയൽ നടന്നു. ദീർഘനാള് ഫാസ്റ്റ് ട്രാക്ക് എന്നാണ് ഗവൺമെന്റ് ഓഫ് കേരള പറഞ്ഞെങ്കിൽ തന്നെ ഈ പറയുന്ന പല സാക്ഷികളൊക്കെ വിസ്തരിച്ചത് പലയിടത്തും ഹൈക്കോടതി, സുപ്രീം കോർട്ട്, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു. ഏകദേശം 3ഓളം പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ് അവരെ ചേഞ്ച് ആക്കുന്നു. അവസാനം വിധി വന്നു. സിനിമാ നടനായ ദിലീപിന് അയാൾക്കെതിരെ ഈ പറയുന്ന തെളിവുകളൊന്നുമില്ല, അയാളെ ഈ കേസിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു. ഇപ്പൊ കേരളത്തിൽ പറയുന്നു അതിജീവിതയാണ്. ഉറപ്പായിട്ടും നമ്മളെല്ലാം ആ പറയുന്ന വിക്ടിമിന്റെ കൂടെ തന്നെയാണ്. ഉറപ്പായിട്ടും വിക്ടിമിന്റെ കൂടെ തന്നെയാണ്. ഈ കോർട്ടിന്റെ ജഡ്ജിമെന്റ് ഒക്കെ വന്നു കഴിയുമ്പോൾ ഒരു ചോദ്യമുണ്ട് ഇതിനകത്ത്. ഈ പൾസർ സുനിയും മറ്റുള്ള പ്രതികളും പൾസർ സുനി ആർക്ക് വേണ്ടി ഇത് ചെയ്തത്? ആ ചോദ്യത്തിന് ഇന്നും ഉത്തരം കിട്ടിയിട്ടില്ല. ആർക്ക് വേണ്ടി? ഈ പൾസർ സുനി എന്ന് പറയുന്ന അയാളുടെ കൂടെയുള്ള കൂട്ടുപ്രതികൾ ചേർന്ന് അവർ തന്നെ പറയുന്ന കൊട്ടേഷനാണ് ആ സംഭവം. അതിന്നെ അവര് പറയുന്നത് ദിലീപിന് വേണ്ടി ചെയ്തു. കോടതി അത് അംഗീകരിക്കുന്നില്ല. ഇതാണ് സംഭവം. അത് കഴിഞ്ഞ് പോലീസ് അതിനെപ്പറ്റി അന്വേഷണം നടത്തുന്നു. മനസ്സിലാക്കുക, ദിലീപിന്റെ പേര് ആദ്യം ഈ വരുന്ന സമയത്ത് കാക്കനാട് ജയിലിലായിരുന്നു ഈ പൾസർ സുനി. അന്ന് ആ കാക്കനാട് ജയിലിലെ ഒരു ഒഫീഷ്യൽ മുഖാന്തരമാണ് ഞാൻ ഇതിന്റെ ഒരു സ്റ്റോറി ബ്രേക്ക് ചെയ്യുന്നത്. ഈ പൾസർ സുനി ഇതേപോലെ ഒരു ലെറ്റർ അയച്ചു. അവിടെ ഈ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് കാക്കനാട് ജയിലിൽ പൾസർ സുനിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ഞാൻ ആ സ്റ്റോറി ബ്രേക്ക് ചെയ്യുന്ന മലയാളത്തിൽ നാരദ ന്യൂസ് മലയാളം എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ടായിരുന്ന സമയത്ത്. ഇതിനകത്തൊക്കെ ചോദ്യമുണ്ട്, കൃത്യമായ ചോദ്യം. ദിലീപ് നിരപരാധിയാണോ അല്ലയോ? എന്തുകൊണ്ടാണ് കോടതി അയാളെ വെറുതെ വിട്ടത്? ഈ ചോദ്യം വല്ലാത്ത ചോദ്യം. അതായത് കോടതിക്കും അറിയാം, അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും അറിയാം, ഈ കേസിനെ പറ്റി വായിച്ചറിയുന്ന എല്ലാവർക്കും അറിയാം, ഇതിന്റെ പുറകിൽ ആളുണ്ട്. അത് ദിലീപ് അല്ല എന്നാണ് കേസിന്റെ തെളിവുകൾ വെച്ചിട്ട് കോടതി പറഞ്ഞ് ഇത് ദിലീപിനെതിരെ തെളിവില്ല. ഇതുമായി ബന്ധപ്പെട്ട പല ആൾക്കാരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവരൊക്കെ പറയുന്നത്, അതായത് ഇത് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥര് ലിങ്ക് ഉണ്ടാക്കാൻ, അതായത് എവിഡൻസ് ക്രിയേറ്റ് ചെയ്യാൻ, ഈ ചെയ്ത സെക്ഷൽ അസോൾട്ട് ചെയ്ത ഈ കൊട്ടേഷൻ ടീം അംഗങ്ങളുമായിട്ട് ദിലീപുമായിട്ടുള്ള ബന്ധം, അതായത് ബ്രിഡ്ജ്, അത് എവിഡൻസ് രീതിയിലും ഇത് ചെയ്യാൻ വേണ്ടി അത് പോലീസിനെ കൊണ്ട് സാധിച്ചില്ല. ഇത് രണ്ടാമതൊരു ആൾക്കാർ പറയുന്നുണ്ട്, പല ആൾക്കാരും മൊഴി മാറ്റി. ബേസിക്കലി ഈ മൊഴി എന്ന് പറയുന്ന കോടതിയിൽ പോയി മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ കൊടുത്ത മൊഴിയാണോ ഇത് മാറ്റിയത്? ഞാൻ അറിഞ്ഞിടത്തോളം അല്ല. ഈ മൊഴി എന്ന് പറയുന്ന പോലീസുകാരെടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. ആ സ്റ്റേറ്റ്മെന്റിനകത്ത് അപ്പം കോടതിയിൽ ഈ ട്രയൽ നടക്കുമ്പോൾ ഇവരെ വിളിച്ചു ചോദിക്കും. അല്ലാതെ കോടതിയുടെ മുമ്പിൽ കൊടുത്ത മൊഴിയല്ല ഇത്. ഇത് പോലീസുകാരെടുക്കുന്ന, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സ് എടുക്കുന്നത് ഇതാണ്. അപ്പൊ അത് കോടതിയിൽ വന്നു കഴിയുമ്പോൾ കോർട്ടിൽ ചോദിച്ചു കഴിയുമ്പോൾ അവർ പറയും അവരങ്ങനല്ല പറഞ്ഞത്, ഇങ്ങനെയാണ് പറഞ്ഞത്, അത് ഇവർ ഈ രീതിയിലാണ്, അത് അങ്ങനെ ഉണ്ടായി. അതൊരു മൊഴിമാറ്റമല്ല ബേസിക്കലി. അതായത് അവിടെയാണ് ഈ പോലീസിന്റെ ഭാഗത്ത് നിന്നും വലിയ മിസ്റ്റേക്ക് ഉണ്ടായി. എന്തുകൊണ്ടാണ് പോലീസ് മൊഴി മാറ്റുന്ന രീതിയിലുള്ള ആൾക്കാരുടെ മൊഴി എടുത്തത്? ചോദ്യമുണ്ട്. അവർ മാറ്റും. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇവരെ കോടതിയിൽ കൊണ്ടുപോയി ഹാജരാക്കിയിട്ട് അവരുടെ മൊഴി മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ വെച്ച് രേഖപ്പെടുത്തിയില്ല? എന്തുകൊണ്ട് ലിങ്ക് ഇല്ലാതായി പോയി? എവിഡൻസ് അതാണ് ഏറ്റവും പരമപ്രധാനം. പത്രങ്ങളിൽ വന്ന സ്റ്റോറിയും പോലീസ് പറയുന്ന ഭാഷയും അത് കോടതി തെളിയിക്കണം. അതാണ് ഇന്ത്യൻ ജനാധിപത്യ ജുഡീഷ്യറിയുടെ വലിയൊരു സംഭവമാണ്. അല്ലാതെ ഇതായിട്ട് ഒരു കാര്യം പറയാം, കോടതിയുടെ മുമ്പിൽ തെളിവുകൾ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയാം,
ഒരു കോടതിക്കും വെറുതെ വിടാൻ പറ്റില്ല. കോടതിയുടെ മുമ്പിൽ തെളിവില്ല എങ്കിൽ, അതായത് പ്രോപ്പർ തെളിവ്, അതായത് കണക്ട് ചെയ്ത് ലിങ്ക് ചെയ്ത് പോകണം. തെളിവില്ല എങ്കിൽ ഈ പറയുന്ന എത്ര വലിയ പ്രതികളാണെങ്കിലും ശിക്ഷിക്കില്ല. എനിക്കറിയാവുന്നൊരു കേസാണ് 2G സ്കാം. അതായത് UPA മന്ത്രിസഭയെ തന്നെ മാറ്റിയെടുത്ത് BJP തിരിച്ചു വന്ന ഈ പ്രധാനപ്പെട്ട കേസ് എന്ന് പറയുന്നത് UPയുടെ സമയത്തുണ്ടായ ടെലികോം സ്കാമാണ്. ഒരു മലയാളിയെ പത്രപ്രവർത്തകർ പല ആൾക്കാരാണ് ഇത് കൊണ്ടുവന്നത്. അപ്പൊ ഈ കോടതി വന്നു കഴിയുമ്പോൾ എന്താ പ്രശ്നം? ജഡ്ജി തന്നെ പറയുന്നത് നിങ്ങൾ തെളിവുതാ. CBIയോട് പറയുന്നു, മറ്റുള്ള ഏജൻസികളോട് പറയുന്നു തെളിവുകളതാ. തെളിവുകളില്ല. അതായത് കണക്ട് ചെയ്യാനുള്ള തെളിവുകളില്ല. കാരണം ഞാനൊരു കാര്യം പറയാം, ഞാൻ പല കേസുകളിൽ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം, അതായത് തകൽക്കയാണെങ്കിലും നാരദയാണെങ്കിലും മറ്റു പല കേസുകളും ഞാനിത് എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിന് പോലീസും CBIയും കോർട്ടിലൊക്കെ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ, അന്വേഷണം കഴിഞ്ഞിട്ട് കോർട്ടിൽ ട്രയലിന് പോയി കഴിയുമ്പോൾ ഞാനൊരു വിറ്റ്നസ്സാണ്. അപ്പോൾ പല രീതിയിലുള്ള ടൂൾസ് ഉണ്ട്. അതായത് നമ്മളെടുക്കുന്ന ക്യാമറ ഫുട്ടേജ് ഉണ്ട്, അതുണ്ട്, CCTV ഫുട്ടേജ് ഉണ്ട്, ഹോട്ടലിൽ പോകുന്ന എൻട്രി ഉണ്ട്, അവരെ കാണുന്ന എൻട്രി ഉണ്ട്. ഇത് മുഴുവനുണ്ട്. 1 by 1 വിറ്റ്നസ്സായ എന്നെ വിളിച്ച് ക്രോസ് ചെയ്യും. വല്ലാത്ത രീതിയിൽ ക്രോസ് ചെയ്യും. കാരണം ഇതിൻ്റെ അക്യൂസ്ഡ് ആയിട്ടുള്ള പാർട്ടികൾ. അപ്പോൾ ക്രോസിൽ ഞാൻ എന്തെങ്കിലും തെറ്റ് പറഞ്ഞാൽ അത് ആ കേസിനെ ബാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ പുറത്ത് പറയും, പത്രങ്ങളിൽ എഴുതുകയും TV ചാനലിൽ കാണുന്ന പോലെയല്ല കോർട്ടിൻ്റെ പ്രൊസീഡിങ്സ്. ഇത് പത്രത്തിൽ വന്നു, അതൊന്നും കോടതി പരിഗണിക്കത്തില്ല. കോടതിക്കകത്ത് പ്രോപ്പറായിട്ട് ഫോറൻസിക്, അതായത് ഡിജിറ്റൽ ആണെങ്കിൽ ഫോറൻസിക്കലി തെളിയിപ്പിച്ച് അത് ചെയ്ത സംഭവങ്ങളായിരിക്കണം. അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള എവിഡൻസ് വേണം. അതായത് ബ്രിഡ്ജ് ചെയ്യണം. അതില്ല എങ്കിൽ കോർട്ടിൽ കേസ് പൊളിഞ്ഞു പോകും. അതായത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ കേസിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, ഇത് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എങ്ങനെയാണ്, ആരാണ് ഇതിൻ്റെ പുറകിൽ. ഉറപ്പായിട്ടും പൾസർ സുനിക്ക് കൊട്ടേഷൻ കൊടുത്ത് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ പൾസർ സുനി ഈ പറയുന്ന നോൺസെൻസ് ആയിട്ടുള്ള 6 പേര് ആർക്ക് വേണ്ടിയല്ല ഇതേപോലുള്ളൊരു നടി. ആലോചിക്കണം, ഈ പൾസർ സുനി ഇവരൊക്കെ മറ്റുള്ള സിനിമാ നടിമാരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുന്നവരാ. അവിടെ ഈ സംഭവത്തിന് അന്നത്തെ ഇങ്ങനൊരു അസോൾട്ട് വണ്ടിക്കകത്തുണ്ടാകുന്ന സമയത്ത് ഈ നടിയോട് പറഞ്ഞിരുന്നു. ഇതൊക്കെ പത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത്, ഇത് കൊട്ടേഷനാണ്, അതായത് അവർക്ക് വേണ്ടി കിട്ടിയ കൊട്ടേഷനാണ്, അതിനു വേണ്ടി അന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് പക്ഷേ ഇതിൻ്റെ ബ്രിഡ്ജ് ഉണ്ടാക്കുവാൻ പ്രോസിക്യൂഷനും പോലീസിനും, അതായത് ഈ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ എല്ലാം കഴിഞ്ഞിട്ടാണ് ഇത് വരുന്നത്. അത് കോടതി വരുന്ന സമയത്ത് അത് കൊടുക്കുവാനും കോടതിയിൽ കേസ് തെളിയിക്കുവാനും കേരള പോലീസിന് കഴിഞ്ഞില്ല. ഇതാണ് സാർ. അതേപോലെ തന്നെ ഈ കോർട്ടിൻ്റെ ട്രയലൊക്കെ അടക്കുമ്പോൾ തന്നെ അവിടെയുള്ള പല വക്കീലന്മാരും പറയാൻ തുടങ്ങി, ഇതിനകത്ത് ദിലീപിനെതിരെ ഒരു പുല്ലും ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ അതുമായി ബന്ധപ്പെട്ട പല പ്രോസിക്യൂട്ടേഴ്സിനും ആ സമയത്ത് തന്നെ ഈ മുങ്ങാൻ പോകുന്ന കപ്പലാണെന്നറിയാം. അവർ പല കാരണവശാലും അവർ ബന്ധപ്പെട്ട കോർട്ടിലുണ്ടായ ചില സംഭാഷണങ്ങളും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അവരും അത് ഇട്ടിട്ട് പോയി. ഇതൊക്കെയാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അതായത് ഒരു നിരപരാധി, ഞാൻ ദിലീപിനെ നിരപരാധി എന്നും പറയുന്നില്ല, ഇപ്പോൾ അക്യൂസ്ഡ് എന്നും, അതായത് കുറ്റാരോപിതൻ, അയാൾക്ക് പൂർണ്ണമായിട്ടും ക്ലീൻ ചിറ്റും കൊടുക്കുന്നില്ല. കാരണം ഇത് ഫർദറായിട്ടുള്ള കോർട്ടിലൊക്കെ വരട്ടെ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ദിലീപ് വലിയ സ്വാധീനമുള്ളൊരു വ്യക്തിയാണ്. ഇന്ന് മീഡിയയിൽ പറയുന്ന ദിലീപിനെ അനുകൂലിച്ച് പറയുന്ന പല ആൾക്കാരും പല രീതിയിൽ പറയുമ്പോഴും മനസ്സിലാക്കേണ്ടത്, ദിലീപ് ഒരു പ്രോപ്പറായിട്ടുള്ള ജെനുവിൻ പേഴ്സൺ അല്ല. മലയാള സിനിമയിൽ ഒരു കീടമാണ്. എല്ലാ രീതിയിലും തച്ചുടയ്ക്കാനും തകർത്തുടയ്ക്കാനും ഇത് മുഴുവനും കോൺഫിസ്കേറ്റ് ചെയ്യാനും വേണ്ടി അയാൾ പല തന്ത്രങ്ങളും ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ആലുവയിൽ താമസം, ആലുവ അവിടെ അയാളുടെ വീടുമായിട്ട് കണ്ട് 1.5 കിലോമീറ്റർ ദൂരെയാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. ആ നാട്ടുകാർ ഇയാളോട്ട് പരിചയമുള്ള, കാരണം ആലുവ ഒത്തിരി സിനിമാക്കാരുടെ ഏറിയയാണ്. എനിക്ക് ആൾക്കാരോട്ട് വലിയ ബന്ധമൊന്നുമില്ല സിനിമാക്കാരുമായിട്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സംഭവത്തിനകത്ത് ജനങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട്.
ആരാണ് ഇതിൻ്റെ പിറകിൽ? ദിലീപ് അല്ലെങ്കിൽ പിന്നെ ആരാണ്? അതൊരു സാധാരണ ഒരു മനുഷ്യൻ്റെ ചോദ്യമാണ്. ആ ദുരൂഹത മാറ്റുക എന്ന് പറയുന്ന സ്റ്റേറ്റും പോലീസും ഈ പറയുന്ന പ്രോപ്പറായിട്ടുള്ള പ്രോസിക്യൂഷനുമാണ്. അത് ഫർദർ എങ്ങനെ ഇത് തെളിയിക്കാൻ സാധിക്കും, അതിനെ ചുറ്റിപ്പറ്റിയായിരിക്കും ഇനിയുള്ള സംഭാഷണങ്ങളൊക്കെ പോകേണ്ടത്. അല്ലാതെ ഞാൻ ഒരു കാര്യം പറയാം, നമുക്കൊരു തെറ്റ് കാണിച്ചു, ആ തെറ്റ് കാണിച്ച ആളെ പറ്റി അറിയണം, ആരാണ് പിറകിൽ, എന്തുകൊണ്ട് ചെയ്തു, എന്തൊക്കെയാണ് കാരണങ്ങൾ. അല്ലാതെ ആ ഒരു പാർട്ട് മാത്രം എൻറ്റി ആയിട്ട് പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക്, ഇന്ത്യയുടെ ജുഡീഷ്യൽ സിസ്റ്റത്തിനും അതേപോലെ നമ്മുടെ പോലീസ് സംവിധാനത്തിനും ശരിയായ നടപടിയല്ല. അത് ഉറപ്പായിട്ടും അവരെ കണ്ടെത്തി അവരെ ഫിക്സ് ചെയ്യുക തന്നെ ചെയ്യണം. ദിലീപ് അല്ലെങ്കിൽ എക്സ് ഓർ വൈ, അത് ഇവിടുത്തെ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ്. അവരാണ് മുൻകൈ എടുത്ത് ഇതിനൊരു പ്രതിവിധി ഉണ്ടാക്കേണ്ടത്.